ഞാനും എൻ്റെ കുട്ടി ഡോഫും പോലെ നോമി വന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇഷാനി ഇങ്ങനെ ഒറ്റയ്ക്ക് മാറി നിന്ന് കേക്ക്. അപ്പൊ നമുക്കൊരു കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് അഭിപ്രായം പറഞ്ഞു, നമുക്കൊരു കോണ്ടന്റ് നമ്മൾ അഭിപ്രായം പറഞ്ഞു നമ്മൾ പോകും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇവരുടെ ഫാമിലിയാണ് മാറുന്നത്, ഇവരുടെ കൾച്ചറാണ് എക്സ്പോസ് ആവുന്നുള്ള കാര്യം ഇവർ ഓർക്കുന്നില്ല. അതെന്താണ് ഇവർ ഓർക്കാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും കെ കൃഷ്ണകുമാറും. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് ഇന്ന് വന്നിട്ടുള്ള കെ ഫാമിലിയെ കുറിച്ച് ഞാൻ എപ്പോൾ ഒരു വീഡിയോ എടുത്ത് വെച്ചാലും അത് ഒരിക്കലും അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയമില്ലടേ, എനിക്കിതല്ല പണി, എനിക്ക് വേറെയും കുറച്ച് ജോലികളുണ്ട്, വിദേശത്താണ്. അപ്പോൾ ഒത്തിരി പേര് കമന്റ്സ് പറയും, കൊച്ചു നിനക്ക് വേറെ ഒരു പണിയില്ലേ, നിനക്ക് വേറെ പണിയെടുത്ത് ജീവിച്ചൂടെ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്തത്. എനിക്ക് വേറെ പണിയുണ്ട്, അതുകൊണ്ട് വീഡിയോ ഒക്കെ ചില സമയത്ത് എടുക്കും, പക്ഷെ എഡിറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ കുറെ അധികം സമയം പോകാറുണ്ട്. അപ്പൊ അതങ്ങനെ അവിടെ വിട്ടുകളയും. പിന്നെ വല്ലപ്പോഴൊക്കെയാണ് ഇതുപോലത്തെ ഒക്കെ എടുത്തിടുന്നത്, സമയം കിട്ടുന്ന പോലെ. അതുപോലെ കുറെ വീഡിയോസ് ഇതുപോലെ അപ്ലോഡ് ചെയ്യാതെ ഇങ്ങനെ കെട്ടി കിടപ്പുണ്ട്. ഒട്ടുമിക്ക അത് റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ശരി, ഇപ്പം കെ ഫാമിലി ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും പറയാണ്. കെ ഫാമിലിയെ കുറിച്ച് ഇന്ന് അഹാന കൃഷ്ണ ഏറി പോയിട്ടുണ്ട്. അതിനു മുമ്പേ കുറച്ച് നാളായിട്ട് സിന്ധു കൃഷ്ണയും അമ്മൂമ്മയും അപ്പൂപ്പനും എല്ലാം അടങ്ങിയ കുറെ അധികം കാര്യങ്ങളും കോൺട്രവേഴ്സികളും ഒക്കെ ഇവിടെ കിടന്ന് ഓടുകയായിരുന്നു. അപ്പൊ ഇവരെല്ലാം ഏറി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അപ്പച്ചി വിഷയം കയറി വന്നത്. അപ്പം ഈ ഒരു പ്രശ്നത്തിന്റെ ആരംഭം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദിയ കൃഷ്ണ പുള്ളിക്കാരി ഒരു കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വ്ലോഗിൽ നിന്നാണ് ഇതിന്റെ പ്രാരംഭഘട്ടം ആരംഭിക്കുന്നത്. അപ്പൊ അതിനകത്ത് കുറെ അധികം നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നു. കമന്റ് ബോക്സ് നിറച്ച് ദിയ കൃഷ്ണയ്ക്കെതിരായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഒരു സബ്ജക്ട് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. കാരണം എന്താ വെച്ചെങ്കിൽ, സിന്ധു കൃഷ്ണയുടെ അമ്മൂമ്മയെ ഇവരാരും നോക്കുന്നില്ല, അഹാന നല്ല രീതിക്ക് അവരെ തെറി വിളിച്ചു എന്നുള്ള രീതിക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിന്റെ വോയിസും കാര്യങ്ങളും ഒക്കെ അഹാനയുടെ കസിനുള്ള തൻവി പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ഒരു വിരാമം ഇട്ടുവിട്ടില്ല എന്നിങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഏകദേശം അവർ ഇരു കൂട്ടരും സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയില്ലാതെ ഇരിക്കുമ്പോഴാണ് അടുത്ത ഒരു വിവാദമായിട്ട് വരുന്നത്. അപ്പം ഇതിനകത്ത് വിഷയം അമ്മൂമ്മയും അപ്പൂപ്പനുമല്ല, ഇതിനകത്ത് വിഷയം അപ്പച്ചിയാണ് ഗൈസ്. ഇപ്പൊ അപ്പച്ചിയുടെ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. ബർത്ത്ഡേ ഫംഗ്ഷനിൽ അപ്പച്ചിയുടെ അങ്ങ് മാറി നിൽക്കും, അപ്പച്ചി ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിമിൽ വന്നോ എന്ന് അഹാന അങ്ങ് മാറ്റി നിർത്തും. അപ്പം കഴിഞ്ഞ ദിവസം സിന്ധുകൃഷ്ണ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. ഇതുപോലെ ഒരു അമ്മു എല്ലാവരുടെയും വീട്ടിൽ വേണോ എന്നുള്ള ഒരു ചർച്ചയായിരുന്നു. അപ്പൊ അമ്മുവിന്റെ ഒക്കെ കുറെ അധികം കാര്യങ്ങളും വോയിസും കാര്യങ്ങളൊക്കെ നമ്മളും പേഴ്സണലി കേട്ടതാണ്, കുറെ അധികം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അമ്മു വേണ്ട. അപ്പം എന്തൊക്കെയായാലും വിഷയങ്ങൾ അവരിപ്പം നിലവിലെ ഒരു വീഡിയോ അതിനകത്തൊന്ന് ഡ്രിം ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരു പോർഷൻ, അവർ വിവാദമായ പോർഷൻ ഡ്രിം ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആ പോർഷൻ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം അഹാന അപ്പച്ചി ആ ഫ്രെയിമിൽ നിന്ന് മാറ്റാനും ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് അവരൊരു ഇതായിട്ട് പോകും. അവരെല്ലാം നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവരൊരു നല്ലൊരു ഫ്രെയിമിൽ നിൽക്കുകയാണ്. അപ്പൊ അപ്പച്ചി അങ്ങോട്ട് മാറും, അവിടെ മാറി നിന്നിട്ട് ഓമിയെ നോക്കുന്നു പറഞ്ഞാൽ അഹാന നൈസായിട്ട് അപ്പച്ചി അവിടെ നിന്ന് മാറ്റുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം എന്തായാലും ഇത് വളരെ മോശമായി. നമുക്ക് ഈ ചാനലിൽ ദിയ കൃഷ്ണയുടെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ശരിക്കും ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ അടുത്ത ഇവരുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ, പിന്നെ അപ്പച്ചി, വേറെ ആരുമില്ല. അശ്വിന്റെ വീട്ടുകാരും ഇല്ല. അപ്പൊ അശ്വിനെ ഒരു വേസ്റ്റ് ആയിട്ട് കാണുന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ആരുമല്ലാത്ത രീതിയിൽ കാണുന്നുള്ള കമന്റ് ബോക്സിൽ വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് അപ്പച്ചിയെ മാറ്റിയതാണോ എന്നുള്ള ഒരു കമന്റ് ഒക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ദിയ കൃഷ്ണ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് അത് മാറ്റിക്കളഞ്ഞു. ഇപ്പൊ ഈ ഒരു പോർഷൻ, ഈ അപ്പച്ചിയെ നീക്കം ചെയ്യുന്ന ആ പോർഷൻ ഇപ്പൊ അവിടെ ഇല്ല, അവര് ഡ്രിം ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ സഹജീവികളോട്, അതായത് ഇവരുടെ അടുത്ത് നിൽക്കുന്നവരോട്, ഇവർക്ക് എല്ലാ പണികളും എല്ലാം ചെയ്ത് ഒരു വീട്ടിലൊരു വേലക്കാരിക്ക് തുല്യമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇവർ അപ്പച്ചി. പക്ഷെ അവരോട് കാണിക്കുന്ന ആ ഒരു മര്യാദ നമ്മൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണോ കെ ഫാമിലി പിള്ളേരെ പഠിപ്പിച്ച് വെച്ചേക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ, സോഷ്യൽ മീഡിയയിലൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചോദിക്കേണ്ടത് വരും. അപ്പം അതൊക്കെ ചോദിച്ചാൽ നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരായിട്ട് ഇരിക്കുക, അത്രേ ഉള്ളൂ. അതിന് ട്രിഗർ ആയിട്ട് വന്ന് അതും ഇതും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഈ റെഡിറ്റ് നിങ്ങൾ പോയിട്ട് സിക്രി എന്ന് അടിച്ചു കൊടുക്കുവാണെങ്കിൽ, ഈ സിന്ധു കൃഷ്ണയുടെ ഉണ്ടല്ലോ, അവരുടെ അമ്മ, അതായത് ഈ അമ്മൂമ്മ ഈ അപ്പൂപ്പനെ പിടിച്ച് കിച്ചണിൽ അവിടെ വെച്ചിട്ട് തല്ലാൻ പോകുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇവര് തന്നെയാണ്, ഇവർ ചോദിക്കുന്നവരെല്ലാം ഈ റാൻഡമായിട്ട് ഈ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ ഒക്കെ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഇവര് ചാറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പബ്ലിക് ആയിട്ട് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ ഇവർ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു പരിപാടി എന്ന് വെച്ചെങ്കിൽ, ഈ സിന്ധു കൃഷ്ണയ്ക്ക് വേണ്ടി അഹാന കൃഷ്ണ സംസാരിക്കാൻ വന്നു. അത് വലിയൊരു ഫോൾട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ സ്വന്തം അമ്മയുടെ ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടത് സിന്ധു കൃഷ്ണയായിരുന്നു.
അതിന് പകരം അമ്മു വന്നു. അതിന്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ടാണ് എല്ലാ വീട്ടിലും ഒരു അമ്മു വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. പക്ഷെ നമ്മൾ കേട്ട വോയിസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പറയാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അമ്മു വേണ്ട കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റുള്ളവരെ ഉണ്ടല്ലോ ബഹുമാനിക്കാൻ പഠിക്കണം, അഹങ്കാര വർത്താനം കുറയ്ക്കണം. ശരിയായിരിക്കും, പ്രായമുള്ളവര് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിനനുസരിച്ച് കൊച്ചുമക്കളും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ട് കൈയും കൂടെ കൂട്ടിയടിച്ചാലേ ഒച്ച സൗണ്ട് കേൾക്കുള്ളൂ. പിന്നെ അമ്മൂമ്മയുടെ വായിന്ന് വരുന്ന വർത്താനം അത്ര നല്ല വർത്താനമല്ല, തൊട്ടിത്തരമാണ്, തനി തൊട്ടിത്തരം. എടാ എന്തോ ഒരു കൂതറ ഫാമിലിയാടാ ഇത് വാ തുറന്നിട്ടുണ്ടെങ്കിൽ വളരെ ഒരു മോശമായ അവസ്ഥയിലാണ് പോകുന്നത്. ഇനി ഈ ഒരു പ്രശ്നം അവസാനിക്കുന്നെങ്കിൽ ആ കൃഷ്ണകുമാറിനെ ഉള്ളെന്ന് തോന്നുന്നു കുറച്ചെങ്കിലും വിവരവും ബോധവും ഒക്കെ ഉള്ളത്. പണ്ട് അങ്ങേരെ ഒരു ഏറിപ്പോയതാണ്, കുഴി കുത്തി കഞ്ഞി കുടിക്കുന്ന ആ ഒരു കേസിൽ. പക്ഷെ അതിന് അദ്ദേഹത്തിന് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. അദ്ദേഹം അതൊരു പോസിറ്റീവ് വൈബിലാണ് എടുത്ത് പറഞ്ഞത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ഏറിപ്പോയി. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്താണെങ്കിലും ഇതിനകത്ത് കുറെ കമന്റ്സ് ഇൻസ്റ്റയിലാണെങ്കിലും ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്നവരുടെ കമന്റ് ബോക്സിലടിയിലും നല്ല മോശം കമന്റ്സ് ആണ്. അതായത് ദിയ കൃഷ്ണയ്ക്ക് എതിരായിട്ടുള്ള കമന്റ്സുകളൊക്കെയാണ് വരുന്ന കണ്ടിട്ടുള്ളത്. അപ്പൊ എന്നാൽ നമുക്ക് കുറച്ച് കമന്റ്സും കൂടെ നോക്കാം. ഇവർ കൊള്ളാം കേട്ടോ, കുറെ അധികം കമന്റ്സും കാര്യങ്ങളും ഇവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് വായിക്കാം, നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വായിക്കാം. സീസിൽ അശ്വിൻ മുള്ളിൽ ചവിട്ടി നിൽക്കുന്ന പോലെ ഉണ്ട്, ശ്വാസം മുട്ടി. അശ്വിൻ വെറും ഒരു പാവം മാത്രമായി. ഇപ്പൊ അശ്വിന്റെ ഫാമിലിയെ വിളിച്ചില്ലേ? അശ്വിൻ, ഈ നിന്റെ അവസ്ഥ വേറെ ആർക്കും വരാതിരിക്കട്ടെ. വൈ നോട്ട് ഇൻവൈറ്റിംഗ് അശ്വിൻ പേരൻസ്? ഡോണ്ട് ബി റൂഡ് ലൈക്ക് ദിസ്. ദേ ആർ ഇന്നസെന്റ് മിഡിൽ ക്ലാസ് പീപ്പിൾ, ബട്ട് വി വിൽ കൾച്ചർഡ് ലൈക്ക് ഒക്കെ. ദേ വിൽ ഹാവ് എ ഗ്രേറ്റ് ഡിഷ് ഫോർ സെറമണി ആസ് പെർ ദെയർ കസ്റ്റം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇവര് ലേറ്റസ്റ്റ് ആയിട്ട് എന്താണെന്നറിയോ, ഈ കമന്റ്സ് ഒക്കെ അവർ മുക്കിയിട്ടുണ്ട്. അവര് നല്ല നല്ല കമന്റ്സ് മാത്രമേ ഇപ്പം എടുക്കുള്ളൂ, ബാക്കിയെല്ലാം അവർ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഞാനത് ആ സമയത്ത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിരുന്നതാണ് ഇതൊക്കെ. അശ്വിൻ, നിങ്ങളുടെ റോൾ എന്താണ്? നിങ്ങളുടെ കൂടി കുട്ടി അതിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ, അപ്പൊ നിങ്ങളുടെ പേരന്റ് കൂടി വേണ്ടേ അവിടെ? പിന്നെ എന്താ, വേറെ അശ്വിൻ ഫാമിലി എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് അശ്വിന്റെ അച്ഛനും അമ്മയും അല്ലേ, അവരുടെ കൊച്ചുമൻ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അവർക്കും കാണില്ലേ അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹം. ദിയ, നിന്റെ മോനും അവന്റെ വൈഫും നിന്നോട് ഇതുപോലെ പെരുമാറുന്ന ഒരു ഡേ വരും. മാതാപിതാക്കളുടെ കണ്ണീർ നമ്മൾ കാണണം, വീണാൽ അത് വലിയ പിന്നീട് വില കൊടുക്കേണ്ടി വരും. സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ മനസ്സിലാവും. അശ്വിനെ തന്നെ റോൾ ഇല്ലാതെ പറയുന്നു അശ്വിന്റെ ഫാമിലി. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ലേറ്റസ്റ്റ് ഇപ്പൊ നോക്കുവാണെങ്കിൽ അവരുടെ കമന്റ് ബോക്സിൽ ഇത്തരത്തിലുള്ള കമന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്താണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കുക. ഇവർക്കൊരു തങ്ങളാണ് വലുത് എന്ന് പറഞ്ഞ ഒരു ഹുങ്കുണ്ട് ഈ ഫാമിലിക്ക്. സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, വിവരക്കേടാണ്, ഒന്നിനും ഒരു വിവരമില്ല. പിന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സബ്ജക്റ്റ് അല്ല, ഞാൻ അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന കാര്യങ്ങളൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ, സിന്ധു കൃഷ്ണയ്ക്ക് പോലും ഒന്ന് പറഞ്ഞു കൊടുക്കത്തില്ലേ? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ കുടുംബ പ്രശ്നമാണ് പബ്ലിക്കിലോട്ട് കൊണ്ടിടുന്നത്. ഈ പല്ലെ കുത്തി മണപ്പിക്കാന്ന് പറയത്തില്ല, ആ ഒരു സാരം തന്നെ. അപ്പൊ നമ്മൾ ഓഡിറ്റ് ചെയ്യും, പബ്ലിക്കിലോട്ട് വരുമ്പോൾ ഏതൊരു സാധനമാണെന്ന് ഓഡിറ്റ് ചെയ്യും, പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ. അപ്പൊ നമുക്കൊരു കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് അഭിപ്രായം പറഞ്ഞ് നമുക്കൊരു കോണ്ടന്റ് നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് നമ്മൾ പോകും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഇവരുടെ ഫാമിലിയാണ് നാറുന്നത്, ഇവരുടെ കൾച്ചറാണ് എക്സ്പോസ് ആകുന്നത് എന്നുള്ള കാര്യം ഇവർ ഓർക്കുന്നില്ല. അതെന്താണ് ഇവർ ഓർക്കാത്ത എന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും കെ കൃഷ്ണകുമാർ പുറത്തൊക്കെ പോകുമ്പോൾ അയാളെ ഇത് അഫക്ട് ചെയ്തില്ലടേ. ഈ പെണ്ണുപിള്ളയും പിള്ളേരും ഇങ്ങനെ നടന്നുകൊണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയ ഇത് കുടുംബ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഇതൊന്നും ഒരു നാണക്കേടാകുന്നില്ല എന്നൊക്കെയാണ് നമ്മുടെ ഒരു സംശയം. അപ്പം എന്താണെങ്കിലും പൈസ മാത്രമേ ഉള്ളൂ, തലയിൽ ആൾതാമസവും ഇല്ല, ഒരു കൾച്ചറും ഇല്ല. പൈസ ഉള്ളപ്പോൾ കൾച്ചർ കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാൻ. ബൈ.